ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, യേശുവിനെ ആരാധിക്കുവാനും യേശുവിനെ സ്തുതിക്കുവാനും കിട്ടുന്ന എല്ലാ അവസരവും നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം യേശുവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ അപ്പനെ നമുക്ക് എത്ര സമയം കിട്ടിയാലും എത്ര ഫ്രീ കിട്ടിയാലും നമുക്ക് എത്രമാത്രം നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴൊക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നുവോ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുവോ, അത്രത്തോളം സമയവും നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 99:9 തിരുവചനം പറയുന്നു, ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനെ പരിശുദ്ധൻ 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 എന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ നമുക്ക് എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം തിരുവചനം. 6-ാം അധ്യായത്തിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു, നിത്യജീവനെക്കുറിച്ച് പറയുന്നു, വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് പലരും യേശുവിൻ്റെ കൂടെ നിന്നിട്ട് പലരും പോയി കളഞ്ഞു. അപ്പോൾ പത്രോസ് ലീഹ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, യേശു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. അപ്പോസ്തലപ്രവർത്തനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം തിരുവചനം. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലാണ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിളിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പത്രോസ് ലീഹ വളരെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. നമ്മളും ഈ സമയം, ഈ സ്തുതി ആരാധനയുടെ ഈ നിമിഷം എല്ലാം മറന്ന് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും മാലാഹവൃന്ദങ്ങളോട് ചേർന്ന് പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ സമയത്ത് കണ്ണുകളൊക്കെ അടയ്ക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം ദൈവത്തെ ആരാധിക്കുവാൻ കിട്ടിയ ഒരു നിമിഷമാണ്. പ്രത്യേകിച്ച് സ്വർഗം തന്നെ ദൈവത്തെ ആരാധിക്കുന്ന ആ സമൂഹത്തിൻ്റെ മേൽ സ്വർഗം മുഴുവനായിട്ട് കടന്നു വരുമെന്നാണ് പല വിശുദ്ധരും മിസ്റ്റിക്കുകളും പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വലിയ ജനക്കൂട്ടത്തിൻ്റെ പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവർ നിരന്തരമായിട്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിരന്തരം പാടി പാടി ദൈവത്തെ ആരാധിക്കുന്നു. ഈ സമയം നമ്മളും ഈ സമയം ദൈവത്തെ പാടി ആരാധിക്കാൻ സ്വർഗത്തിൻ്റെ അതേ ഒരു അനുഭവം, ഒരു അനോയിൻറ്റിങ്, ഒരു ഫീൽ ഈ സമയം നമ്മളിലേക്കും കടന്നു വരണം. നിമിഷം കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാം, കരങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പ്രിയമുള്ളവരെ, വലിയ വിശ്വാസത്തോടുകൂടി ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം കനിഞ്ഞ് നൽകിയ നിമിഷമാണ്. ഇനി ഒരു ദിവസം നമുക്കുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഈ സമയം പരിപൂർണമായിട്ടും നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൊടുക്കണം. ഈ സമയം ഈ പിടിച്ചൊന്നും വയ്ക്കരുത്. പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ഈശോയ്ക്ക് കൊടുക്കണം ഈ സമയം. പ്രത്യേകിച്ച് നമ്മുടെ കൈ കാലുകളെല്ലാം, എൻ്റെ പ്രിയമുള്ളവർ, നമ്മുടെ ശിരസ് മുതൽ പാദം വരെ എല്ലാം ദൈവം ദാനമായി നൽകിയതാണ്. ഒന്നും നമ്മുടേതല്ല, ഇതെല്ലാം ദൈവം തന്നെയാണ്. ഈ രൂപവും ഭാവവും ശരീരവും മനസ്സും എല്ലാം ദൈവം തന്നെയാണ്. ഈ ഗ്ലാമറും സൗന്ദര്യവും എല്ലാം ദൈവം തന്നതാണ്, നമ്മുടേതൊന്നുമല്ല. ഇതെല്ലാം ദൈവം തന്നതാണ്. അതുകൊണ്ട് ഈ സമയം ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച ഈശോയെ, ഈ മണിക്കൂറിൽ
നിന്നെ ഒന്ന് എന്നെ തന്നെ വിട്ട് തന്നുകൊണ്ട് ഒന്ന് സ്തുതിക്കുവാൻ, ഒന്ന് ഹല്ലേലൂയ പറയുവാനുള്ള ഒരു അഭിഷേകം, ഒരു അനോയിൻറ്റിങ് എന്നിലേക്ക് ഈ നിമിഷം ചൊരിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ തന്നെ പരിപൂർണമായിട്ട് ഈ സമയം ഒന്ന് സ്തുതിക്കണം. മാലാഹമാർ സ്തുതിക്കുന്നത് പോലെ, വിശുദ്ധന്മാർ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ഈ സമയം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഈ സമയം സ്തുതിക്കുക. നിങ്ങൾ ആരെയും ശ്രദ്ധിക്കേണ്ട. നിങ്ങളും ഈശോയുമായിട്ടുള്ള വലിയൊരു ബന്ധം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്തുതിക്കുക ഈ സമയത്ത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സകല വിശുദ്ധരുടെ കൂട്ടായ്മ ഈ നിമിഷം കടന്നു വരട്ടെ. പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മ ഈ സമയം കടന്നു വരട്ടെ. വിശുദ്ധ ഔസേപിതാവിന്റെ കൂട്ടായ്മ കടന്നു വരട്ടെ. സകല മാലാഹവൃത്തങ്ങളുടെ ഒരു കൂട്ടായ്മ ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എല്ലാവരും ഒന്ന് ചേർന്ന് പാടാമോ? ശരീരമെല്ലാം ഒന്ന് അനക്കി, ചെറിയ രീതിയിൽ ഒന്ന് അനക്കി. പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ നമുക്കെല്ലാം മറന്ന് ഈ സമയം ആരാധിക്കാം. നമ്മുടെ അപ്പനെ ഈ സമയം പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നമുക്ക് ആരാധിക്കാം. ഈശോയെ, ജീവനുള്ള ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനേ, പരിശുദ്ധനേ, മഹോന്നതനാം കർത്തനേ. ചേർന്ന് പാടാമോ? സർവ സൃഷ്ടികളും വാഴ്ത്തും രാജാധിരാജാവേ. പരിശുദ്ധനേ, പരിശുദ്ധനേ, ഈശോയെ, മഹോന്നതനാം കർത്തനേ. സർവ സൃഷ്ടികളും വാഴ്ത്തും രാജാധിരാജാവേ. എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ പ്രശംസയ്ക്കും അങ്ങ് മാത്രം യോഗ്യനെന്നും. യേശുവേ, സർവസ്തുതികൾക്കും സർവമഹത്വത്തിനും അങ്ങ് മാത്രം യോഗ്യനെന്നും. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി വീശി. ഹല്ലേലൂയ, ആരാധന. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ആമേൻ. കരങ്ങൾ താഴ്ത്തി. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരമെല്ലാം ഒന്ന് ചലിപ്പിക്കാമോ? ഒരു താളത്തിന് ചലിപ്പിച്ച് ഒരാത്മാവിൻ്റെ വലിയൊരു അനോയിൻറ്റിങ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഈ സമൂഹത്തിന് മേൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് എല്ലാ മക്കളും ഈ സമയം ഒന്ന് ആരാധിക്കാമോ? പിതാവായ ദൈവം യഹോവയേ,
സൃഷ്ടാവേ സ്നേഹമാമിൻ പിതാവേ ഈ ലോകത്തെ നേടിയിടുവാൻ ഏകജാതനെ അയച്ചതിനാ യഹോവയേ സൃഷ്ടാവേ സ്നേഹമാമിൻ പിതാവേ ഈ ലോകത്തെ നേടിയിടുവാൻ ഏകജാതനെ അയച്ചതിനാ എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ പ്രശംസയ്ക്കും അങ്ങ് മാത്രം യോഗ്യനെന്നും എല്ലാവരും ഒന്ന് ചേർന്ന് പാടാമോ? സർവസ്തുതികൾക്കും സർവമഹത്വത്തിനും അങ്ങ് മാത്രം യോഗ്യൻ. കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആമേൻ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്കും കൈകളും കാലുകളും എല്ലാം ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും ചേർന്ന് ആരാധിക്കാമോ? നമുക്ക് വേണ്ടി ജീവൻ തന്ന്, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, നമുക്ക് വേണ്ടി പാടുപീഠകൾ ഏറ്റുവാങ്ങിയ യേശുവിനെ ഒന്ന് ആരാധിച്ചേ മക്കളെ. ഇന്നും ജീവിക്കുന്ന യേശു, നമുക്ക് വേണ്ടി മരിച്ച് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത യേശു, ഉദ്ധിതനായ യേശുവെ ഒന്ന് ആരാധിക്കാമോ? അപ്പാ യേശുവേ ആരാധ്യനേ എനിക്കായി തകർന്നവനേ എന്നിൽ ജീവൻ പകർന്നിടുവാൻ സ്വന്ത രക്തം ചിന്തിയതാ യേശുവേ ആരാധനേ എനിക്കായി തകർന്നവനേ എന്നിൽ ജീവൻ പകർന്നിടുവാൻ യേശുവേ സ്വന്തം രക്തം ചിന്തിയതാ. എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ പ്രശംസയ്ക്കും അങ്ങ് മാത്രം യോഗ്യനെന്നും സർവസ്തുതികൾക്കും സർവമഹത്വത്തിനും അങ്ങ് മാത്രം യോഗ്യൻ. കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആമേൻ. ഹല്ലേലൂയ ചേർന്ന് പാടാമോ? ഹല്ലേലൂയ ആരാധന ആമേൻ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്കും കാലും കയ്യും ശരീരമെല്ലാം മുഴുവനായിട്ടും ദൈവം ദാനമായി നൽകിയ ശരീരത്തെ പൂർണ്ണമായിട്ടും ദൈവം നാമ മഹത്വത്തിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാമോ? ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം നിറയപ്പെടുവാനായിട്ട്, അയോഗ്യരും പാപികളുമായ നമ്മുടെ ജീവിതത്തെ അനുദിനം വഴി നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം. ആത്മാവേ, ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധനേ ഏഴൈൻ തുണയായുനേ നിത്യതയോളം കരം പിടിച്ചു നയിക്കുന്ന വിശ്വസ്തരേ ആത്മാവേ പരിശുദ്ധനേ ഏഴൈൻ
കരങ്ങൾ ഉയർത്തി വീശാമോ? എല്ലാവരും ഒന്ന് ചേർന്ന് പാടാമോ? സ്വരമുയർത്തി ഒന്ന് പാടിക്കേ. എല്ലാവരും എല്ലാവരും ഒന്ന് ചേർന്ന് പാടാമോ? ശക്തമായിട്ടൊന്ന് പാടിക്കുക. വലിയ വിശ്വാസത്തോടെ പാടാമോ? വലിയ അഭിഷേകത്തോടെ പാടാമോ? കരങ്ങൾ അടിച്ചു പാടാമോ? എല്ലാവരും കരങ്ങൾ അടിച്ച് എല്ലാവരും ചേർന്ന് പാടി ഈശോയെ ആരാധിച്ചേ. പിതാവായ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആരാധിച്ചേ. ത്രിയേക ദൈവത്തെ വിളിച്ച് ആരാധിക്കാമോ? പരിശുദ്ധ അമ്മയോട് വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് ആരാധിച്ചേ. സകല വിശുദ്ധരോട് ചേർന്ന് ആരാധിച്ചേ. സകല മാലാഹവൃന്ദങ്ങളോട് ചേർന്ന് എല്ലാവരും ചേർന്ന് പാടി. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ത്രിയേക ദൈവമേ ആരാധന യേശുവേ ഹല്ലേലൂയ കണ്ണുകളൊക്കെ അടയ്ക്കാം. കരങ്ങൾ
വിരിച്ചു പിടിച്ച് ഈ സമയം ദൈവത്തിന് മുമ്പിലായിരിക്കാം. കരങ്ങൾ വിരിച്ചു പിടിക്കുക, കണ്ണുകളൊക്കെ അടയ്ക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, വെളിപാട് 4:8 തിരുവചനം പറയുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതേ പ്രിയമുള്ളവരെ, നമ്മളുടെ ദൈവം പരിശുദ്ധനാണ്. ആ പരിശുദ്ധനെ പരിശുദ്ധിയോടെ നമുക്ക് ആരാധിക്കാം. പ്രിയമുള്ളവരെ, വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം. അതേ പ്രിയമുള്ളവരെ, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. ഏറ്റവും വലിയ ശക്തിയോടുകൂടി ദൈവം ദാനമായി നൽകിയ സ്വരത്തിൽ എത്രത്തോളം സ്വരമുയർത്തി നമുക്ക് ഹല്ലേലൂയ പറയാമോ, അത്രത്തോളം സ്വരമുയർത്തി മനമുയർത്തി നമുക്ക് ഹല്ലേലൂയ പാടി ഈ സമയം ദൈവത്തെ ആരാധിക്കുക. കാരണം നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ഇന്ന് ജീവിക്കുന്നവനാണ്, ഇനി വരാനിരിക്കുന്നവനാണ്, സർവശക്തനാണ്. ആ ദൈവത്തെ എല്ലാം മറന്ന് നമുക്ക് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടാമോ? എല്ലാവരും ചേർന്ന് പാടി. നിങ്ങൾക്ക് ദൈവം തന്ന സ്വരമുയർത്തി ഒന്ന് പാടിക്കേ. ഈശോയ്ക്ക് നന്ദി പറയാമോ? എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. ഈശോ ചെറിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയേ. ഈ സ്തുതി ആരാധനയുടെ നിമിഷം ഈശോ ചെറിയ എല്ലാ അനുഗ്രഹത്തിനും കണ്ണുകളൊക്കെ ഒന്ന് തുറക്കാമോ? കണ്ണുകൾ തുറന്ന് നമ്മുടെ മുൻപിൽ ഈ ഫ്ലോറിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് എപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈശോയെ ഒന്ന് നോക്കാമോ? മാലാഹമാര് നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മളെവിടെയൊക്കെ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ നാവിൽ നിന്ന് ഇങ്ങനെ ചുമ്മാ പറഞ്ഞു വരണം, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയാനുള്ള വലിയൊരു കൃപ ഈശോ നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.